നമസ്കാരം. അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രവചനങ്ങളുമൊക്കെ എന്നും ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറാറുണ്ട്. മനുഷ്യർക്ക് ഇവയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൂടുതലായതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾക്ക് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട്. എന്നാൽ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്യഗ്രഹ ജീവികളല്ല, പകരം അന്യഗ്രഹ കപ്പലാണ്. ഭൂമിയെ ആക്രമിക്കാൻ സാധ്യതയുള്ള അന്യഗ്രഹ കപ്പൽ ബഹിരാകാശത്തുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഹാർവാർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ആവി ലോബ് ഉൾപ്പെടെയുള്ള ചില ഗവേഷകരുടെ ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വാർത്ത. 31 അറ്റ്ലറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു അന്യഗ്രഹ വസ്തുവിനെയാണ് ഇവർ അന്യഗ്രഹ കപ്പലായി സംശയിക്കുന്നത്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബഹിരാകാശ വസ്തുവാണ് ഇത് നമ്മുടെ സൗരയൂഥത്തിന് പുറത്തു നിന്നാണെന്നാണ് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത്. ഈ വസ്തുവിന്റെ അസാധാരണമായ വേഗതയും ചലനങ്ങളും ചില സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ വസ്തു ഒരു അന്യഗ്രഹ കപ്പലാകാനും അതിൽ നിന്ന് ചെറുപേടകങ്ങൾ ഭൂമിയിലേക്ക് അയക്കാനും സാധ്യതയുണ്ടെന്ന് ചിലർ കരുതുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു അന്യഗ്രഹ ആക്രമണം എന്ന ആശയം ഇൻഡിപെൻഡൻസ് ഡേ പോലെയുള്ള സിനിമകളിലേത് പോലെയാകാം. അന്യഗ്രഹ കപ്പൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി അവിടെ നിന്ന് ചെറുപേടകങ്ങൾ അയച്ച് നമ്മുടെ പ്രധാന നഗരങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഈ പ്രവചനങ്ങൾ കേവലം ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഭൂരിപക്ഷം ശാസ്ത്രജ്ഞരും പറയുന്നു. ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. നവംബർ 2025 ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന തരത്തിൽ നിരവധി വീഡിയോകളും പോസ്റ്റുകളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ വിവരങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഇത് ഭയമുണ്ടാക്കുന്ന തെറ്റായ വിവരങ്ങൾ മാത്രമാണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഈ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ അടിയന്തരമായി ശ്രദ്ധിക്കണമെന്ന് ശാസ്ത്രജ്ഞർ ആവശ്യപ്പെടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അന്യഗ്രഹ ഭീഷണി ഉണ്ടായാൽ അത് എങ്ങനെ നേരിടണമെന്ന് ചർച്ച ചെയ്യണമെന്നും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ഇവർ നിർദ്ദേശിക്കുന്നു. എങ്കിലും അന്യഗ്രഹ ജീവികളുടെ ആക്രമണം ഒരു ഭീഷണിയാണോ അതോ വെറും ഭാവനയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കൂടുതൽ പഠനങ്ങളും നിരീക്ഷണങ്ങളും ആവശ്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.